ദൈവം അഭിഷക്തൻ ആക്കിയ പ്രവാചകനായ തിശ്ബിയിൽ നിന്നും യാത്ര ചെയ്ത് പുറപ്പെട്ടു വന്ന തിശ്ബിനായവൻ 2 ഫേസിനകത്താണ് ഇരിക്കുന്നത്. ഒന്ന് കെരീത്താണോ, ഒന്ന് ചൂരച്ചെടിയാണ്. കെരീത്തിനകത്ത് വെള്ളം വറ്റിപ്പോയ അനുഭവത്തിലും ഒരു സാറാഫാത്ത് അവന് വേണ്ടി ദൈവം തുറന്നു. എന്നാൽ ചൂരച്ചെടിക്കകത്തിരുന്നപ്പോൾ അടുത്ത സാറാഫാത്തോ അടുത്ത വിധവയുടെ വീടല്ല ഏലിയാവിൻ്റെ മേൽ തുറന്നത്. ഏലിയാവ് അതിനു മുമ്പ് ചെയ്ത ശുശ്രൂഷ ഒരു ഭവനത്തിലെ ഒരു വിധവയുടെ ഒരു മകൻ്റെ മേൽ കിടന്ന ദാരിദ്ര്യത്തെ മാറ്റുന്നതാണ്, മരണത്തെ മാറ്റിയതാണ്. എന്നാൽ ചൂരച്ചെടിക്കകത്തിരുന്ന് മതി യഹോവയെന്ന് കരഞ്ഞ ഏലിയാവ് പിന്നീട് പോയത് ദൈവത്തിൻ്റെ മഹാപർവ്വതമായ വിശുദ്ധ പർവ്വതമായ ഹോരേബിനകത്തേക്കാണ്. ഏലിയാവ് ഹോരേബിനകത്ത് ചെല്ലുമ്പോൾ ഏലിയാവിൻ്റെ പ്രശ്നം അപ്പമല്ല, വെള്ളമല്ല. ഏലിയാവിൻ്റെ പ്രശ്നം ഹോരേബിനകത്ത് വെച്ച് മാറുകയാണ്. എന്താണ് ഏലിയാവിന് ദൈവം കൊടുത്ത ദൗത്യം? സാറാഫത്തിൻ്റെ വിധവയുടെ വീട്ടിൽ പോകാനുള്ളതാണോ? അതോ മറ്റേതെങ്കിലും ഇസബേലിൻ്റെ വ്യാപാരത്തിന് നേരെ നിൽക്കുക എന്നുള്ളതാണോ? ആഹാബിന് നേരെ വീണ്ടും സംസാരിക്കുക എന്നുള്ളതാണോ? അല്ല, മറിച്ച് ഹോരേബിൽ അവൻ കേട്ട മൃദുസ്വരം രാജ്യത്തോടുള്ള ദൈവശബ്ദമായിരുന്നു. ഏലിയാവ് ഹോരേബിനകത്ത് കയറുമ്പോൾ ഇടിമിന്നലിൽ യഹോവയില്ലായിരുന്നു, കൊടുങ്കാറ്റിൽ യഹോവയില്ലായിരുന്നു. എന്നാൽ യഹോവയുണ്ടായിരുന്ന മൃദുസ്വരത്തോടുകൂടെയാണ്. മൃദുസ്വരത്താൽ ഏലിയാവിനോട് സംസാരിച്ച ദൈവശബ്ദം ഇങ്ങനെയാണ്: ഏലിയാവെ, നീ ഇസ്രായേലിന് ആഹാബിന് ശേഷം യോഹുവിന് രാജാവായി നിയമനം ചെയ്യുക. വാവ്, അമേൻ. ദേശത്തോട് ഭവനത്തോട് പ്രവചിച്ചുകൊണ്ടിരുന്നവൻ ഇന്ന് രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഏലിയാവിൻ്റെ ശുശ്രൂഷ മാറിയിരുന്നു. ഇത് മനസ്സിലാക്കാൻ കാലതാമസം എടുക്കുകയും താമസം എടുക്കുകയും ചെയ്തപ്പോഴാണ് ഏലിയാവ് ക്ഷീണം അനുഭവിച്ചത്. നിങ്ങളുടെ ശുശ്രൂഷയിൽ വരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ, കെരീത്തിനകത്തിരുന്ന് കരുന്ന ഏലിയാവിനെ പോലെ ആരെങ്കിലും ഈ ശബ്ദമായിരിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി വന്നില്ലെങ്കിൽ, ഞാൻ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങൾ കയറേണ്ടത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിനകത്താണ്. ഹോരേബിനകത്താണ് യഥാർത്ഥത്തിലുള്ള ഏലിയാവിൻ്റെ ശുശ്രൂഷയുള്ളത്. ഏലിയാവിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം വരുന്ന ഹോരേബിനകത്താണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, അതെ, രാജ്യത്തിന് വേണ്ടി പ്രവചിക്കുവാൻ ഒരു അഭിഷക്തനെ അപ്പോയിൻ്റ് ചെയ്ത ദൈവം, രാജ്യത്തോട് സംസാരിക്കുവാൻ അടുത്ത ഭരണാധികാരി, അടുത്ത രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യുവാൻ, രാജ്യത്തോട് സംസാരിക്കുവാൻ, രാജ്യത്തിൻ്റെ മേലുള്ള അധികാരത്തെ റിലീസ് ചെയ്യുവാൻ, രാജ്യത്തിൻ്റെ മേൽ ഒരു ആത്മീകമാകുന്ന സെലക്ഷനെ കൊണ്ടുവരുവാൻ, തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരുവാൻ ഒരു കെരീത്തിനകത്തിരുന്ന ഏലിയാവിന് കഴിഞ്ഞു. ഒരു ചൂരച്ചെടി കരഞ്ഞൊടിരുന്ന ഒരു ഏലിയാവിന് കഴിഞ്ഞെങ്കിൽ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വെല്ലുവിളികളെ ഒരു ആത്മീക മണ്ഡലവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഇന്നലെ വരെ ആയിരുന്ന വിഷയത്തിനകത്തല്ല, അതിനപ്പുറത്തെ വിഷയത്തിലേക്ക് ദൈവം നിങ്ങളെ കയറ്റുകയാണ്. അതെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ രാജ്യത്തോടാകട്ടെ, നിങ്ങളുടെ പ്രവചനങ്ങൾ രാജ്യത്തോടാകട്ടെ. ഉണർവിന് വേണ്ടി എഴുന്നേൽക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി ബലപ്പെടുത്തട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവർ ഈ ദൈവശബ്ദം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. അതെ, നിങ്ങളുടെ മേലുള്ള ആത്മീകമാകുന്ന ദൈവിക പൊസിഷനുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ക്ഷീണം മാറി ബലത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.